അത്യാവശ്യം ആർ ടി ഒ ആക്കുന്ന ആൾക്കാർക്ക് ഒരു ഓർഡർ കണ്ട് വ്യക്തമായി അത് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളിനെ ആർ ടി ഒ ആക്കുക. അല്ലാത്തവർ ആർ ടി ഒ ആയാൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടും അതിനെ പുല്ലുവില കൽപ്പിക്കുന്ന ആർ ടി ഒ ആണോ ഇവിടെ ഉള്ളത്? ഈ ആർ ടി ഒയും പിന്നെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാർ കെ എന്ന് പറഞ്ഞൊരാളുമാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഈ മനോജ് കുമാർ എങ്ങനെയാണ് നിയമനത്തിൽ കയറിയെന്നൊക്കെ ബഹുരസമാണ്. മനോജ് കുമാറിന് വേണ്ടത്ര ക്വാളിഫിക്കേഷനോ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല. രാഷ്ട്രീയത്തിൻ്റെ അങ്ങേ അറ്റമാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷ്. നമസ്കാരം. നമ്മളിപ്പോൾ ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് ആർ ടി ഓഫീസിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ആർ ടി ഒയുടെ ഓഫീസിന് മുമ്പിലായിട്ട് പതിപ്പിച്ചിരിക്കുന്ന നോട്ടീസ്, അതായത് കളറിൻ്റെ വേരിയേഷൻ, ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ കളറിൻ്റെ വേരിയേഷൻ മെറൂൺ ആണ്. ഇവിടെ കൊടുക്കേണ്ടത് ശരിക്കും പിങ്ക് ആണ്. ഈ ആർ ടി ഒ മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് ഇതുപോലും അറിയാതെയാണോ ഈ നോട്ടീസ് എല്ലാം പതിപ്പിച്ചിരിക്കുന്നത്? അതോടൊപ്പം കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ടായിട്ടും അതിന് ഈ അർഹതപ്പെട്ട ആൾക്ക് അതിനുള്ള ഒരു നിയമന നടപടി കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പെൻഡിങ്ങുകൾ തീർത്തു കൊടുക്കാത്തത് അതൊരു അനാസ്ഥയല്ലേ? തീർച്ചയായിട്ടും കോടതിക്ക് മുകളിലാണോ ആർ ടി ഒ എന്ന് പറയുന്നത്? സാധാരണഗതിയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കോടതി ഒരു ഉത്തരവിട്ടാൽ അത് പാലിക്കും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ കോടതി ഉത്തരവിടുന്നത്. ഇതിപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടും അതിനെ പുല്ലുവില കൽപ്പിക്കുന്ന ആർ ടി ഒ ആണോ ഇവിടെ ഉള്ളത്? ഇത് ആരോടാണ് പരാതിക്കാരൻ പരാതി ബോധിപ്പിക്കേണ്ടത്? ഇതിന് മറുപടി ആർ ടി ഒ മഹേഷ് പറയേണ്ടതാണ്. സാറേ നമസ്കാരം. സാർ, ഈ 3 വിവരാവകാശം തന്നിട്ടും സാർ ഒന്നിനും മറുപടി കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് സാറേ? സാർ, കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടും സാർ ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് സാർ, കോടതി ഉത്തരവിട്ടിട്ടും സാർ ഇതൊന്നും പാസ്സാക്കാത്ത എന്തുകൊണ്ടാണ് സാറേ? കോടതിയിൽ ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. ഈ ആർ ടി ഒ മഹേഷിൻ്റെ പ്രതികാരം അവസാനിപ്പിക്കുക, എന്താണ് ഈ ഒരു ബോർഡുമായിട്ട് ഇവിടെ താങ്കൾ നിൽക്കാനുള്ള ഉദ്ദേശം? പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ ആറ്റിങ്ങൽ ആർ ടി ഒയ്ക്ക് അത്യാവശ്യം ആർ ടി ഒ ആക്കുന്ന ആൾക്കാർക്ക് ഒരു ഓർഡർ കണ്ട് വ്യക്തമായി അത് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളിനെ ആർ ടി ഒ ആക്കുക. അല്ലാത്തവർ ആർ ടി ഒ ആയാൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 5ഓളം ഫയലുകളാണ് ഇവിടെ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനായതുകൊണ്ട് മാത്രം ഇന്ന് ഇവിടെ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കാനുണ്ട്. വേറൊരാളായിരുന്നെങ്കിൽ എന്നെ ആത്മഹത്യ ചെയ്തനായിരുന്നു. ഈ ആർ ടി ഒയ്ക്ക് എന്ന് പറഞ്ഞാൽ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിവരവും ഇല്ല. ഈ ആർ ടി ഒയും പിന്നെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാർ കെ എന്ന് പറഞ്ഞൊരാളുമാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഈ മനോജ് കുമാർ എങ്ങനെയാണ് നിയമനത്തിൽ കയറിയെന്നൊക്കെ ബഹുരസമാണ്. മനോജ് കുമാറിന് വേണ്ടത്ര ക്വാളിഫിക്കേഷനോ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഇദ്ദേഹത്തിനുമില്ല. ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷിനുമില്ല. ഇദ്ദേഹമൊക്കെ നേരത്തെ തന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുത്ത് വീട്ടിൽ പോയി ഇരിക്കേണ്ടവരാണ്. ഈ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഇടുക്കിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഒരു കാര്യമല്ല. തിരുവനന്തപുരം ജില്ലയിൽ 2 ആർ ടി ഒ ഓഫീസാണുള്ളത്. അത് തിരുവനന്തപുരം സിറ്റി ലിമിറ്റും നെയ്യാറ്റിൻകര കാട്ടാക്കടയെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഒത്തിരി വാഹനങ്ങളും ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി സേവനങ്ങൾ കൊടുക്കേണ്ട ഒരു ആർ ടി ഒ ഓഫീസാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഓഫീസ്. ഇവിടുത്തെ വാഹനപ്പെരുപ്പം വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെയൊക്കെ NS KL 15 കൊണ്ടുപോയാൽ ആകെ 3000 വണ്ടിയേ ഉള്ളൂ. അവരുടെ കാര്യം നോക്കിയിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ തീർപ്പ് കൽപ്പിക്കാനും ഒന്നിനും കഴിവില്ല. നമ്മളൊരു കോടതിയിൽ നിന്ന് നമുക്കൊരു പെർമിറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞൊരു കോടതി ഉത്തരവ് കൊടുത്താൽ കോടതി ഉത്തരവ് പോലും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഈ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർ ടി ഒ മഹേഷിൻ്റെ പ്രതികാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. ഈ കളർ കോഡ് എന്താണെന്നോ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നോ പുള്ളിക്ക് അറിയത്തില്ല. നമുക്ക് ഈ നോട്ടീസ് ബോർഡിൽ നോക്കിയാൽ ഇതിൽ പറഞ്ഞേക്കുന്ന മെറൂൺ കളറാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരാഴ്ച മുമ്പിട്ടൊരു നോട്ടീസാണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് മെറൂൺ കളറാണ് ലിമിറ്റഡ് സ്റ്റോപ്പിന്. അങ്ങനെ ഒരു ഇതില്ല. ലിമിറ്റഡ് സ്റ്റോപ്പിന് പിങ്കാണുള്ളത്. ഇപ്പം നിയമങ്ങളിലൊന്നും ഈ ആർ ടി ഒമാർ അപ്ഡേറ്റഡ് അല്ല. അതിൻ്റെ ഒരു എന്താണ് താങ്കളോട് അദ്ദേഹത്തിന് വ്യക്തിവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? വ്യക്തിവൈരാഗ്യമല്ല. നമ്മൾ ഓരോ നിയമങ്ങൾ കൃത്യമായി അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ ആ രീതിയിലേ പ്രവർത്തിക്കുകയുള്ളൂ. നിയമം ഈ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നിയമമോ ഗവൺമെൻറ് ഓർഡറോ ഗവൺമെൻറ് സർക്കുലറോ ഒന്നും തന്നെയില്ല. അവരൊരു STA പാസ്സാക്കിയൊരു തീരുമാനമാണ്. ഇപ്പം STA പാസ്സാക്കി ജനങ്ങളിലേക്ക് നമ്മളിലേക്കൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ അതാത് RTA മീറ്റിങ്ങുകളിൽ അതാത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മീറ്റിങ്ങുകളിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത്.
അത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടൊരു മറുപടിയില്ല. ഇപ്പം ആറ്റിങ്ങൽ RTO ഓഫീസിൽ നിന്ന് 6 മാസം മുമ്പ് കൊടുത്ത വിവരാവകാശത്തിൽ വണ്ടി ഇപ്പം നിലവിൽ ഏത് കളർ കോഡാണെങ്കിലും അടുത്ത ഫിറ്റ്നസ്സിന് മാറിയാൽ മതിയെന്ന് ഇവിടെ നിന്ന് വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് തന്നേൽ പറയുന്നു ഫിറ്റ്നസ് കാലാവധി വരെ അനുവദിക്കത്തില്ലെന്ന്. അതും സെയിം ഒരേ RTO ഓഫീസിൽ ഒരേ RTO ഇരിക്കുന്ന സമയത്താണെന്ന് നമ്മൾ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ എറണാകുളം RTO ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു. വളരെ തൃപ്തികരമായ മറുപടിയാണ്. വണ്ടി നിലവിൽ ഏത് കളറിലാണെങ്കിലും അത് അടുത്ത ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ട് മാറിയാൽ മതിയെന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു STATയുടെ ഉത്തരവുണ്ടായിരുന്നു. STATയുടെ ഉത്തരവിൽ എനിക്ക് പെർമിറ്റ് ഗ്രാൻഡ് ആൻഡ് ഇഷ്യൂ, നോർമലി പെർമിറ്റ് ഗ്രാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യാതിരിക്കും. അപ്പം പെർമിറ്റ് ടൈമിംഗ് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ടൈം സെറ്റിൽ ചെയ്ത് പെർമിറ്റ് ഗ്രാൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതും പുള്ളി ഗ്രാൻഡ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഒത്തിരി വ്യക്തി വൈരാഗ്യം പുള്ളി എൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആറ്റിങ്ങൽ RTO മഹേഷ്. ഇവർക്കൊരു ഒരു കോടതി ഉത്തരവ് കൊടുത്താൽ ആ കോടതി ഉത്തരവ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനൊക്കെ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും തിരക്കുള്ള ഒരു RTO ഓഫീസിൽ വന്നാൽ ഒരു ഫയലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ആളുടെ ജീവിതമാണ്, ആ ജീവിതമാണ് നശിച്ചു പോകുന്നത്. പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടും, അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഒരു വ്യവസായം ഇഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിക്ക് പറ്റിയാണ്. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് 2-3 ദിവസം വന്ന് കണ്ടു പറഞ്ഞു, സാർ ഇന്ന കാര്യങ്ങളുണ്ട്, ഞാനൊരു വാഹന സ്നേഹിയാണ്, ഞാൻ എൻ്റെ ഒരു വണ്ടിക്ക് തന്നെ 80,000 രൂപ കൊടുത്താണ് ഫാൻസി നമ്പർ എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ ഒരു RTO ഉദ്യോഗസ്ഥന് ജോലിയിലിരിക്കുന്ന ഒരാൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റവന്യൂ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ 4 വണ്ടി ഇദ്ദേഹം കാരണം ഓടാതെ കിടക്കുന്നുണ്ട്. ഈ 4 വണ്ടി ഓടിയാൽ ഒരു ദിവസം സർക്കാരിന് 5,000 രൂപയ്ക്ക് വരാം. ഡീസൽ സബ്സിഡി ഇനത്തിൽ, ഡീസലിൻ്റെ നികുതി ഇനത്തിലും മറ്റുള്ളതിനും ദിനം പ്രതി സർക്കാരിന് 5,000 രൂപ കിട്ടുന്നതാണ്. പോരാത്തതിന് 2 അല്ലെങ്കിൽ 3 തൊഴിലാളികൾക്ക് ജോലി. അപ്പോൾ അത് പുള്ളിയെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ സർക്കാരിന് വരുന്ന നഷ്ടം നികത്താൻ പറ്റത്തില്ല. അതുപോലൊരു ഇതെല്ലാം ഫിനാൻസുള്ള വണ്ടികളാണ്. അപ്പോൾ ലോണടവും കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് എന്തെങ്കിലും പുറത്ത് പോയി കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യവസായിക്ക് കിട്ടുന്ന ഒരു സംരംഭകന് കിട്ടുന്ന ഒരു കൂലിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ അഭിനയിച്ച വരവേൽപ്പെന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യവസായം തുടങ്ങുന്നു. താങ്കൾക്കും ആ അവസ്ഥയിലേക്കാണോ താങ്കളും പോകുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നുകയാണ്? അതിൽ മോഹൻലാലിന് ഒരു ബസ്സേ ഉള്ളായിരുന്നു, എൻ്റെ 4 ബസ്സാണ് ഒതുക്കിയിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. വീട്ടിൽ കിടന്നാൽ ഉറക്കമില്ല, ആകെ മൊത്തം മാനസികമായിട്ട് തന്നെ താളം തെറ്റിയ നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതിനൊരു പരിഹാരം താങ്കൾ പിണറായി സഖാവിന് കത്തയക്കുക എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇതുമായിട്ട് കാണിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തു. അതിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ നിന്ന് 3 വട്ടം ആറ്റിങ്ങൽ RTOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നിന്ന് 3 വട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ധാർഷ്ട്യം, അതായത് ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേ അറ്റമാണ് ആറ്റിങ്ങൽ RTO ഡി മഹേഷ്. എന്തായാലും ഒരു വ്യവസായ സംരംഭകൻ്റെ ഒരു ജീവിതം അവസാനിക്കാറായ അവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ ഇത്രയും വേദനയോടുകൂടി നമ്മളോട് സംസാരിക്കുന്നത്. പറയുന്നതിൽ കുറേയധികം തെളിവുകൾ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു വർഷമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പോരടിക്കുകയാണ്. ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെ, അതായത് RTO ഡി മഹേഷ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ്റെ, അതും ഉന്നത ഉദ്യോഗ പദവിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് സ്വന്തം ജീവിതം ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വാർത്ത ഉന്നതർ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതിന് തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിമാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. കോടതി ഓർഡർ ഇട്ടിട്ട് പോലും അതിന് പുല്ലുവില കൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ യുവ വ്യവസായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം ശാരിക.